നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ചില ആനകൾ മദപ്പാട് സമയത്ത് പ്രകടിപ്പിക്കുന്ന വന്യമായ സ്വഭാവ രീതികളാണ്. സാധാരണ സമയങ്ങളിൽ ശാന്തരായിരിക്കുന്ന ആനകൾ മദപ്പാട് സമയത്ത് വളരെയധികം അക്രമാസക്തരായി കാണപ്പെടുന്നു. അത് ആനകളുടെ പ്രശ്നമായി കാണേണ്ടതൊന്നല്ല. ആനകളുടെ മദപ്പാടിനെ പറ്റി പലർക്കും തെറ്റായിട്ടുള്ള അറിവുകളാണുള്ളത്. ഈ വിഷയത്തെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നത് ആനകളെ ഇണചേരാൻ സമ്മതിക്കാതിരിക്കുന്നത് കൊണ്ടാണെന്നും മനുഷ്യരാനകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കൊണ്ടാണെന്നുമുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ഗൂഗിളിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ഇതൊക്കെ വായിക്കുന്ന സാധാരണക്കാരനായ ഒരു മൃഗസ്നേഹി മദപ്പാടുള്ള ഒരു ആനയെ കാണുമ്പോൾ അത് പാപ്പാന്റെ ഉപദ്രവം കൊണ്ടാണ് ആനയ്ക്ക് മദമിളകുന്നതെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല. ഇത്തരം തെറ്റിദ്ധാരണകൾ മാറണമെങ്കിൽ ആനകളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ആനപ്പാപ്പന്മാരും മൃഗഡോക്ടർമാരും സാധാരണക്കാരോടായി പങ്കുവെക്കണം. ആനകളുടെ മദപ്പാടിനെ പറ്റി പല ആനപ്പാപ്പാന്മാരിൽ നിന്ന് ലഭിച്ച അറിവുകൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. ആനയുടെ മദപ്പാടിനെ പറ്റി പറയുകയാണെങ്കിൽ ആരോഗ്യമുള്ള കൊമ്പനാനകളിലും മോഴ ആനകളിലും അപൂർവം ചില പിടിയാനകളിലും ഉണ്ടാകുന്ന ശാരീരിക പ്രതിഭാസമാണ് മദപ്പാട്. മദപ്പാട് സമയത്തുള്ള ആനകളുടെ വീഡിയോയ്ക്ക് താഴെ പലരും ചോദിക്കുന്നൊരു സംശയമാണ് ആനകളെ ഇണചേർത്താൽ ആനയ്ക്ക് മദപ്പാടുണ്ടാകാറില്ലേ എന്ന്. അതിനുള്ള ഉത്തരമാണ്, ആരോഗ്യമുള്ള ഒരാന മദപ്പാടിലാവുന്ന സമയത്ത് ആനയുടെ ശരീരത്തിലെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് 60 ഇരട്ടിയോളം വർദ്ധിക്കുകയും അതിന്റെ ഫലമായി ആന ഇണചേരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇണചേരാനുള്ള താല്പര്യം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള ആനകളെ ആക്രമിക്കുവാനുള്ള പ്രവണത കൂടുതലായി കാണിക്കും. ഇത് പ്രകൃതി ആനകൾക്ക് നൽകിയിട്ടുള്ള സ്വഭാവ സവിശേഷതയാണ്. സാധാരണ ആനകൾ മദപ്പാടിലാകുമ്പോൾ ആ ആനയുടെ ശരീരത്തിൽ നിന്നുമുണ്ടാകുന്ന ഹോർമോണിന്റെ ഗന്ധം കിലോമീറ്ററോളം ദൂരത്തിൽ വ്യാപിക്കും. അതുകൊണ്ടാണ് ചില മദപ്പാടുള്ള ആനകളെ ഉത്സവപ്പറമ്പിൽ കൊണ്ടുവരുമ്പോൾ മറ്റുള്ള ചില ആനകൾ അസ്വസ്ഥരാകുന്നത്. കാട്ടിലാകട്ടെ കൊമ്പനാനകളെ പോലെ തന്നെ പിടിയാനകളും ഇണചേരാനുള്ള സമയമാകുമ്പോൾ അവയുടെ ശരീരത്തിലും ഹോർമോണിന്റെ അതിപ്രസരമുണ്ടാകുന്നു. ഇത്തരം ഹോർമോണുകളുടെ ഗന്ധം പിടിച്ച് കാട്ടാനകൾ കിലോമീറ്ററോളം ദൂരത്തു നിന്നും ആനക്കൂട്ടത്തെ തേടിയെത്തുന്നു. എന്നാൽ പിന്നീടുള്ള കാര്യമാണ് കൂടുതൽ കഷ്ടം. കൊമ്പനാനയ്ക്ക് ഈ പിടിയാനയുമായി ഇണചേരണമെങ്കിൽ ആനക്കൂട്ടത്തിന്മേൽ നേരത്തെ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള കൊമ്പനെ ഏത് വിധേനയും തോൽപ്പിക്കണം. ഇണയ്ക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം പോരാട്ടങ്ങളാണ് കൊമ്പനാനകളുടെ ജീവൻ എടുക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ 15-ൽ കൂടുതൽ പിടിയാനകളുടെ ജഡം കണ്ടെത്തുകയും ആ ആനകളുടെയെല്ലാം മരണത്തിന് ഉത്തരവാദി ഒരു കൊമ്പനാനയാണെന്നും കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം, അരിക്കൊമ്പനെ കേരളത്തിൽ നിന്നും പിടികൂടി കൊണ്ടുപോകുന്ന സമയത്ത് ആനയുടെ ശരീരത്തിൽ ചക്കക്കൊമ്പൻ എന്ന ആനയുടെ ആക്രമണത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചക്കക്കൊമ്പൻ മദപ്പാടിലാവുകയും ആനക്കൂട്ടത്തിനുമേൽ ആധിപത്യം സ്ഥാപിക്കുവാനായി അരിക്കൊമ്പനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആതിരപ്പള്ളിയിൽ ഈ വർഷം വനംവകുപ്പ് പിടികൂടിയ മുറിവുള്ള കൊമ്പനും പരിക്കേറ്റത് ആനകൾ തമ്മിൽ നടത്തിയ ഏറ്റുമുട്ടലായിരുന്നു. സാധാരണ പ്രായപൂർത്തിയായ ആരോഗ്യമുള്ളൊരു കൊമ്പനാനയ്ക്ക് കാട്ടിൽ ആയുസ് കുറയാനുള്ള കാരണവും ഇതാണ്. 500-ൽ കൂടുതൽ ആനകളുടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഡോക്ടർ അരുൺ സക്രിയയുടെ വാക്കുകളാണിത്. വയനാട് പുൽപ്പള്ളി ഭാഗത്ത് മണിയൻ എന്നു പേരുള്ളൊരു കാട്ടാനയുണ്ടായിരുന്നു. വളരെ ശാന്ത സ്വഭാവക്കാരനായ മണിയൻ മനുഷ്യനുമായി വളരെ അടുപ്പത്തിലായിരുന്നു. പലരും അവന് തുമ്പിക്കൈയിൽ ഭക്ഷണം വരെ നൽകിയിരുന്നു. എന്നാൽ മണിയൻ മദപ്പാടിലാകുന്ന സമയത്ത് കാട്ടിലേക്ക് പോവുകയും
മറ്റുള്ള കൊമ്പന്മാരുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും ചെയ്യും. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഈ ആന തിരികെ വരുമ്പോൾ ആനയുടെ ശരീരത്തിൽ അതിഭീകരമായ മുറിവുകൾ ഉണ്ടാകും. ഓരോ പ്രാവശ്യവും ഈ ആന തിരികെ വരുമ്പോൾ വനം വകുപ്പ് ഇവനെ മയക്കുവെടിവെച്ച് മുറിവുകളിൽ ചികിത്സ നൽകിയിരുന്നു. ഏകദേശം 10ഓളം തവണയാണ് ഇവന് മയക്കുവെടിവെക്കേണ്ടി വന്നിട്ടുള്ളത്. ഒടുവിൽ ഒരു കാട്ടാനയുടെ കുത്തേറ്റാണ് മണിയൻ കൊല്ലപ്പെടുന്നത്. ഇനി ആനകളുടെ മതപ്പാടിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ലക്ഷണമായി പറയാവുന്നത് ആനകളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. പാപ്പാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മടി കാണിക്കുക, അസ്വസ്ഥത പ്രകടിപ്പിക്കുക, കണ്ണുകളിലെ നിറവ്യത്യാസം, കൂർത്ത തടിക്കഷ്ണവും കല്ലും കൊണ്ട് മുഖം ചൊറിയുക, കണക്കുത്ത് കാണിക്കുക, അങ്ങനെ നിരവധി ലക്ഷണങ്ങൾ ആന കാണിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ മതപ്പാടിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒന്നാം പാപ്പാന്റെ സഹായിയായി വരുന്ന ആൾക്കാരെ ആന ഓടിക്കാനും ശ്രമിക്കും. പൊതുവെ ആനകൾക്ക് മതപ്പാടുണ്ടാകുന്നത് ഓരോ വർഷവും ഒരേ സമയത്തായതിനാൽ ആനപ്പാപ്പാന്മാർക്ക് ആനകൾക്ക് മതപ്പാടുണ്ടാകുന്നത് മുൻകൂട്ടി അറിയുവാൻ കഴിയും. ആ സമയത്ത് ആനയെ വളരെ കരുതലോടെയായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. ഇത്തരം സൂചനകൾ ആനപ്പാപ്പാന് ആന നൽകുന്ന മുന്നറിയിപ്പാണ്. ഇതിനെ അവഗണിച്ച് ആനകളെ ഉത്സവത്തിനും തടി പിടിക്കാനും കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അപൂർവം ചില ആനകളെ മതപ്പാട് സമയത്തും ഒന്നാം പാപ്പാൻ അഴിച്ച് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ആനയായ ശിവകുമാർ ഉൾപ്പെടെ നിരവധി ആനകളെ മതപ്പാടിലും പാപ്പാന്മാർക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. ആനകളുടെ മതപ്പാട് കാലത്തെ മൂന്നായിട്ട് തരംതിരിക്കാം. ആദ്യത്തേത് മതപ്പാടിന് മുൻപത്തെ കാലഘട്ടം അഥവാ പ്രീ മസ്ത് പീരീഡ്. രണ്ടാമത്തേത് മതപ്പാട് കാലം അഥവാ മസ്ത് പീരീഡ്. മൂന്നാമത്തേത് മതപ്പാടിന് ശേഷം പോസ്റ്റ് മസ്ത് പീരീഡ്. ഈ മൂന്ന് സമയത്തും ആനകളെ വളരെ കരുതലോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആനകളുടെ മതപ്പാടിന്റെ ദൈർഘ്യത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതനുസരിച്ചായിരിക്കും ആനയുടെ മതപ്പാടിന്റെ ദൈർഘ്യം ഉണ്ടാകുന്നത്.